ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. 1/2 സ്പൂൺ ഉലുവ, 1/2 സ്പൂൺ കടുക്, 3 വറ്റൽമുളക്, 5 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ തക്കാളി, കായം, 2 കറിവേപ്പില, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ, മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി 1 സ്പൂൺ, 1/2 സ്പൂൺ ആയാലും മതി, നമ്മൾ എരിവിനനുസരിച്ച്, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊക്കെയാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു മൺചട്ടിയാണ്. മൺചട്ടി അടുപ്പിൽ വയ്ക്കുമ്പോൾ മൺചട്ടി ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം, ഉലുവ ഇട്ട് കൊടുക്കാം. അത് പൊട്ടുമ്പോഴത്തേക്കും 3 വറ്റൽമുളക് കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. അതൊന്ന് ചെറുതായി ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കാം. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അത് ചെറുതായി ഒന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിക്കാം. അതിനുശേഷം അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് നോക്കിയിട്ട്, ഞാൻ ഇപ്പോൾ ഇട്ട ഉപ്പ് കറക്റ്റാണ്. ഇനി നമുക്ക് ചെറിയ തിള വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ രസം റെഡി ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.